രുചിയും ഹൃദയവും തമ്മിലുള്ള ആഴത്തിലുള്ള ബന്ധം നമുക്ക് നോക്കാം. അതുപോലെ രുചി തിരിച്ചു പിടിക്കാനുള്ള പ്രായോഗികമായ വഴികൾ എന്തൊക്കെയാണ്? നാവിലെ ടേസ്റ്റ് ബഡുകളെ വീണ്ടെടുക്കാൻ സഹായിക്കുന്ന 6 ടിപ്പുകൾ ഞാൻ പറഞ്ഞുതരാം. ഒരിക്കൽ ഒരു പേഷ്യന്റിന്റെ അടുത്ത് വന്നപ്പോൾ അയാൾക്ക് ഭക്ഷണം കഴിക്കാൻ ഭയങ്കര മടിയാണ്, നാവിനൊന്നും ഒരു ടേസ്റ്റ് ഇല്ല. അദ്ദേഹത്തെ പരിശോധിച്ചപ്പോൾ കണ്ടെത്തിയത് ഹൃദയമിടിപ്പിലെ ചില താളം തെറ്റലുകളും മരുന്നിന്റെ ചില സൈഡ് എഫക്റ്റുകളാണ്. രുചിയില്ലായ്മ എന്നുള്ള ഈ ഒരു ചെറിയ ലക്ഷണം എങ്ങനെയാണ് മനുഷ്യജീവനെ ബാധിക്കുന്നത്? രുചി അറിയാനുള്ള കഴിവ് നഷ്ടപ്പെടുക അല്ലെങ്കിൽ ആ കഴിവ് കുറഞ്ഞു പോവുക, ഇതിനെ നമ്മൾ ഹൈപ്പോജ്യൂസിയ എന്നാണ് പറയാം. ഇപ്പോൾ ജലദോഷവും ഇൻഫെക്ഷനൊക്കെ വരുമ്പോൾ താൽക്കാലികമായിട്ട് ഇത് സംഭവിക്കാം. എന്നാൽ ഇതിനെക്കുറിച്ച് നമ്മൾ അറിയേണ്ട ഒന്നാമത്തെ കാര്യം, ശരീരത്തിലെ സിങ്ക് കുറയുമ്പോൾ രുചി നഷ്ടപ്പെടാം എന്നുള്ളതാണ്. നാവിനകത്തെ രുചി മുകുളങ്ങൾ, ടേസ്റ്റ് ബഡുകൾ, അതിനകത്തൊരു എൻസൈം ഉണ്ട്. ഈ എൻസൈമിന്റെ ഘടനയിൽ സിങ്ക് അടങ്ങിയിട്ടുണ്ട്. സിങ്ക് കുറയുമ്പോൾ ഈ എൻസൈം പ്രവർത്തിക്കാതെ വരികയും രുചി നഷ്ടപ്പെടുകയും ചെയ്യും. ഇത് ഹൃദയപേശികളുടെ ബലത്തെയും ബാധിക്കുന്നു. രണ്ടാമതായിട്ട് നമ്മൾ അറിയേണ്ടത് പ്രമേഹവും നാഡീവ്യൂഹവും തമ്മിലുള്ള ഒരു ബന്ധമാണ്. ഷുഗർ കൺട്രോൾ ആവാത്ത ഒരു അവസ്ഥയിൽ നാഡികൾക്ക് കേടുപാടുകൾ വരുന്നു. നാവിലെ രുചിയുടെ സന്ദേശങ്ങൾ തലച്ചോറിലേക്ക് എത്തിക്കുന്ന ഗ്ലോസോഫെറിഞ്ചൽ നെർവ് അതിനെ ബാധിക്കുമ്പോൾ രുചി നഷ്ടപ്പെട്ടേക്കാം. ഇത് ഹൃദയാഘാത ലക്ഷണങ്ങൾ തിരിച്ചറിയാനുള്ള കഴിവിനെയും ബാധിച്ചേക്കാം. മൂന്നാമതായിട്ട് നമ്മൾ അറിയേണ്ടത് നമ്മുടെ വായയുടെ ശുചിത്വവുമായിട്ടുള്ള ബന്ധമാണ്. ഇപ്പോൾ മോണരോഗങ്ങൾ അണുബാധിക്കുണ്ടെങ്കിൽ ഇൻഫ്ലമേറ്ററി സൈറ്റോകൈനുകൾ അവിടെ ഉണ്ടാവുകയാണ്. ഇത് നാവിലെ രുചി മുകുളങ്ങളെ നശിപ്പിക്കും. മുമ്പ് പറഞ്ഞ പോലെ മോണരോഗങ്ങൾ ഹൃദ്രോഗ സാധ്യത വർദ്ധിപ്പിക്കുകയും ചെയ്യും. അഞ്ചാമതായിട്ട് നമ്മൾ അറിയേണ്ടത്, ചില ആളുകൾക്ക് നാവിന്റെ ഒരു വശം മാത്രം രുചി മാറുന്നത് കാണാറുണ്ട്. ഇത് സ്ട്രോക്കിന്റെ ലക്ഷണമാവാം. തലച്ചോറിലെ ടേസ്റ്റ് ഒക്കെ അറിയുന്ന കേന്ദ്രങ്ങളുണ്ട്, ഗസ്റ്റേറ്ററി കോർട്ടെക്സ് എന്ന് പറയാം. അവിടേക്കുള്ള രക്തയോട്ടം കുറയുമ്പോൾ രുചി നഷ്ടപ്പെടാം. പെട്ടെന്നുണ്ടാകുന്ന ഒരു രുചിമാറ്റം അതല്ലെങ്കിൽ സംസാരത്തിലുള്ള ഒരു വ്യത്യാസം, ഇതൊക്കെ സ്ട്രോക്കിന്റെ സൂചനയാകാം. സത്യം പറഞ്ഞാൽ ഇതൊരു മെഡിക്കൽ എമർജൻസിയാണ്. അഞ്ചാമതായിട്ട് നമ്മൾ അറിയേണ്ടത്, ചില ആളുകൾക്ക് ഉമിനീര് കുറയുന്ന ഒരു അവസ്ഥ ഉണ്ടാവും. ഉമിനീർ കുറയുന്ന അവസ്ഥയെ സീറോസ്റ്റോമിയ എന്നാണ് പറയാം. ഇതിന്റെ പ്രധാന കാരണം നിർജ്ജലീകരണമാവാം, ചില മരുന്നുകളുടെ പാർശ്വഫലങ്ങളാവാം. ഉമിനീര് കുറയുമ്പോൾ തീർച്ചയായിട്ടും നാവിലെ രുചി മുകുളങ്ങൾ ഉത്തേജിപ്പിക്കപ്പെടില്ല. നമ്മൾ ഉണങ്ങിയ പഞ്ചസാര നാവിലിട്ട സത്യത്തിൽ രുചി അറിയില്ല. അത് വെള്ളത്തിൽ അലിയണം അല്ലെങ്കിൽ ഉമിനീരിൽ അലിയണം. ഉമിനീരാണ് ഇതുപോലെ ഭക്ഷണത്തെ അലിയിച്ച് നാവിലെ രുചി മുകുളങ്ങളിൽ എത്തിക്കുന്നത്. ആറാമത്തെ കാര്യം, ഹൃദ്രോഗികൾക്ക് നൽകുന്ന ചില മരുന്നുകൾ രുചിയെ ബാധിക്കാം. ബിപിക്ക് നൽകുന്ന മരുന്നുകൾ, കൊളസ്ട്രോളിനുള്ള ചില മരുന്നുകൾ, ഇതൊക്കെ നാവിലെ ടേസ്റ്റ് ബഡുകളുടെ സെൻസിറ്റിവിറ്റി കുറയ്ക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ ഭക്ഷണത്തിനൊരു മെറ്റലിന്റെ ടേസ്റ്റ് ഉണ്ടെന്നാണ് ചിലർക്ക് തോന്നുന്നത്. ഇനി രുചി വീണ്ടെടുക്കാൻ നമ്മൾ ചെയ്യേണ്ട 6 കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഒന്നാമത്തത്, ഉപ്പിന്റെ ഉപയോഗം നിയന്ത്രിക്കണം. ടേസ്റ്റിൽ എന്ന് കരുതിയിട്ട് ചിലർക്ക് അമിതമായിട്ട് ഉപ്പിട്ടുകൊണ്ടിരിക്കും. ഇത് ബിപി കൂട്ടും, ഹൃദയത്തിന് അപകടത്തിലാക്കും. ഇതിന് പകരം നാരങ്ങാനീരോ കുരുമുളകോ ഉപയോഗിക്കാം. രണ്ടാമതായിട്ട്, നാവ് വൃത്തിയാക്കുക. പല്ല് തേക്കുന്നതിനൊപ്പം നാവിലെ വെളുത്ത പാടുകൾ നീക്കം ചെയ്യാം. ഇത് ടേസ്റ്റ് ബഡുകളെ കൂടുതൽ സജീവമാക്കും. മൂന്നാമതായിട്ട്, വായ എപ്പോഴും നനവുള്ളതായിട്ട് സൂക്ഷിക്കാൻ വെള്ളം ധാരാളമായിട്ട് കുടിക്കുക. ഇത് കാരണം ഉമിനീരിന്റെ ഉൽപ്പാദനം വർദ്ധിക്കും, രുചി തിരിച്ചറിയാൻ സഹായിക്കും. നാലാമതായിട്ട്, സിങ്ക് അടങ്ങിയ ഭക്ഷണങ്ങൾ, ഉദാഹരണത്തിന് മത്തങ്ങ വിത്തുകൾ, കശുവണ്ടി, മാംസാഹാരം, ഇതൊക്കെ ഡയറ്റിൽ ഉൾപ്പെടുത്തുക. ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം സിങ്ക് സപ്ലിമെന്റ് വേണമെങ്കിൽ എടുക്കാം. അഞ്ചാമതായിട്ട്, നിങ്ങൾ മരുന്നുകൾ കഴിക്കുന്നുണ്ടെങ്കിൽ ഈ രുചിയിൽ വന്ന മാറ്റം മരുന്ന് തുടങ്ങിയതിന് ശേഷമാണോ എന്ന് ശ്രദ്ധിക്കുക. അങ്ങനെയാണെങ്കിൽ ഡോക്ടറോട് സംസാരിച്ച് മരുന്നുകൾ ചേഞ്ച് ചെയ്യുക. ആറാമത്തത്, പുകവലിക്കുന്ന ആളുകളുടെ ടേസ്റ്റ് ബഡുകൾ കരിഞ്ഞ പോലെയായിരിക്കും. പുകവലി നിർത്തുന്നത് വഴി രുചി തിരിച്ചു കിട്ടും, ഹൃദയത്തിന്റെ ആരോഗ്യം വീണ്ടെടുക്കാം. നിങ്ങളിൽ ആർക്കെങ്കിലും എപ്പോഴെങ്കിലും രുചി കുറഞ്ഞതായിട്ട് തോന്നിയിട്ടുണ്ടോ? ആ സമയത്ത് പ്രത്യേക ചികിത്സ എടുക്കേണ്ടി വന്നിട്ടുണ്ടോ? അതോ താൻ അത് മാറിയിട്ടുണ്ടോ? കമന്റ് ചെയ്യുക.